ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. എല്ലാ ഗോപികോപന്മാർക്കും സാദര പ്രണാമം. രാധാറാണിയുടെയും കണ്ണൻ്റെയും കഥകൾ എത്ര കേട്ടാലും നമ്മൾക്ക് മതിയാവില്ല അല്ലേ? അതുപോലെ ഒരു കഥ ഇന്ന് കേൾക്കാം. രാധാറാണിയുടെയും കണ്ണൻ്റെയും കാര്യത്തിൽ പല പല സംശയങ്ങളാണ് എല്ലാവർക്കും. പലരും വ്യർത്ഥമായിട്ട് ഓരോന്ന് ചിന്തിക്കുകയാണ്. എന്നാൽ ഈ കഥയെല്ലാം ഒന്ന് കേട്ടു നോക്കൂ. ഭഗവാനെ കുറിച്ചറിയാൻ ഈ കഥകൾ ഏറെ നമ്മെ സഹായിക്കും. ഭഗവാനോട് അടുക്കാനും ഭഗവാന്റെ കാരുണ്യം നമുക്ക് കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ കഥ വായിക്കുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുന്നത് പരമ പുണ്യമാണ്. ഭാണ്ഡീവനത്തിൽ വെച്ച് ബ്രഹ്മാവ് രാധാറാണിയുടെയും കൃഷ്ണൻ്റെയൊക്കെ വിവാഹം നടത്തിയ കഥ നമ്മൾ കേട്ടു അല്ലേ? ആ വിവാഹം കഴിഞ്ഞതിന് ശേഷം അല്പസമയത്തിനുള്ളിൽ തന്നെ ഭഗവാൻ വീണ്ടും ശിശുരൂപത്തിലായി. രാധ ശ്രീകൃഷ്ണൻ്റെ യുവകോമളമായ രൂപം ധ്യാനിച്ചുകൊണ്ട് വൃഷഭാനു മന്ദിരത്തിൽ അങ്ങനെ വിരഹാർത്ഥയായി കഴിഞ്ഞു. ശ്രീകൃഷ്ണൻ്റെ അവദാനങ്ങൾ പാടിക്കൊണ്ട് സദാസമയം ശ്രീകൃഷ്ണനെ പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ട് കഴിഞ്ഞിരിക്കുന്ന രാധയോട് ഒരു ദിവസം സഖിമാരെല്ലാം ചേർന്ന് പറയണേ, നീ ആരെയാണോ നിത്യം ധ്യാനിക്കുന്നത്? ആ ശ്യാമസുന്ദരനായ ശ്രീകൃഷ്ണൻ പശുക്കളെ മേയ്ക്കാനായിട്ട് വൃഷഭാനു മന്ദിരത്തിനടുത്ത് വരാറുണ്ട്. അപ്പോൾ രാധ പറയണേ, ആരെ പറ്റിയാണോ നിങ്ങൾ പറയുന്നത്? ആ സുന്ദര രൂപൻ്റെ ചിത്രം ഒന്ന് വരച്ചു കാണിക്കൂ. രാധയുടെ സഖിമാരായ ലളിതയും വിശാഖയും ചേർന്നിട്ട് നന്ദനന്ദനൻ്റെ ചിത്രം വരച്ചു രാധയ്ക്ക് കാണിച്ചു കൊടുക്കണേ. ചിത്രം കണ്ട രാധ ഹർഷപുളകിതയായി മാറി. തൻ്റെ മനസ്സിലുള്ള ചിത്രം തന്നെയാണ് സഖിമാർ വരച്ചത്. താൻ ആരെയാണോ ഹൃദയത്തിലേറ്റി നടക്കുന്നത് ആ സുന്ദര രൂപം, ആ രൂപം കണ്ട് രാധ കണ്ട ആനന്ദത്തിൽ ആറാടി. സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. ഇത്രയും ദിവസം ആരെയാണോ കാണാൻ വേണ്ടി ഹൃദയം ഇങ്ങനെ തുടിച്ചത് ആ രൂപമാണ് സഖിമാർ വരച്ചിരിക്കുന്നത്. ഒരു ദിവസം ഇങ്ങനെ ശ്രീകൃഷ്ണൻ നന്ദഭവനത്തിൽ നിന്ന് വൃഷഭാനുപുരത്തിലെത്തി. വൃഷഭാനു മന്ദിരത്തിൻ്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ശ്രീകൃഷ്ണനെ സഖിമാർ രാധയ്ക്ക് കാണിച്ചു കൊടുത്തു. ശ്രീകൃഷ്ണനെ കണ്ട മാത്രയിൽ രാധയുടെ ഹൃദയം പ്രേമം കൊണ്ട് നിറഞ്ഞു. അവൾ സഖിമാരോട് പറഞ്ഞു, ശ്രീകൃഷ്ണനെ കൂടാതെയുള്ള ജീവിതം എനിക്ക് വ്യർത്ഥമായി തോന്നുന്നു. ഇനിയും ശ്രീകൃഷ്ണൻ എൻ്റെ പ്രേമം സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞാൻ ശരീരം ഉപേക്ഷിക്കും. ഇത് കേട്ട് ദുഃഖിതരായ സഖിമാർ യമുനാ തീരത്ത് പോയിട്ട് ശ്രീകൃഷ്ണനെ കാണുകയാണ്. രാധ പറഞ്ഞ വിവരങ്ങളെല്ലാം കൃഷ്ണൻ്റെ അടുത്ത് വിവരിച്ചു. അവർ കൃഷ്ണനോട് പറയണേ, ഹേ കൃഷ്ണ, ശ്യാമസുന്ദര, നിന്നെ കണ്ടതു മുതൽ രാധ നിന്നെപ്പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അവൾക്ക് ഒരു കാര്യത്തിലും താല്പര്യമില്ല. ഭക്ഷണങ്ങളിലോ ഭൂഷണങ്ങളിലോ അല്ല, എല്ലാ താല്പര്യം അവൾ നശിച്ചിരിക്കുന്നു. വിരഹവ്യതയിൽ അവൾ നീറിക്കൊണ്ടിരിക്കുന്നു. നീ രാധയുടെ അടുത്ത് വന്നിട്ട് അവൾക്ക് ദർശനം നൽകണം. ശ്രീകൃഷ്ണൻ പറയണേ സഖിമാരോട്, സഖിമാരെ, ഈ ഭൂതലത്തിൽ പരിശുദ്ധമായ പ്രേമഭാവം വളരെ മഹത്തായൊരു വികാരമാണ്. സ്വാർത്ഥരഹിതമായ ഭാവന പ്രേമമാണ് എന്നിലേക്ക് ഒഴുകേണ്ടത്. രാധയും ഞാനും രണ്ടല്ല. ഞങ്ങളെ വേർതിരിച്ചു കാണുന്നവർ വിഡ്ഢികളാണ്. ആരാണോ ഞങ്ങളെ ഒന്നായിട്ട് കാണുന്നത് അവരാണ് ഉത്തമ ഭക്തർ. ഇത് നമ്മൾക്കും കൂടെയുള്ള ഉപദേശമാണ്. ഭഗവാൻ രാധാറാണിയെ ഇട്ടിട്ട് പോയി അങ്ങനെയൊക്കെ കരുതുന്നവരുണ്ട്. അവർക്ക് കൂടിയാണ് ഈ ഉപദേശം. ഭഗവാൻ രണ്ടല്ല. രാധാറാണി ഭഗവാന്റെ പരശക്തിയാണ്. അതായത് ഭഗവാന്റെ ഹൃദയമാണ്. ആ ഭഗവാന്റെ നിഴലാണ് രാധാറാണി അല്ലേ? ഇത് കേട്ട ലളിത സന്തോഷത്തോടു കൂടി രാധയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു. ശ്രീകൃഷ്ണൻ്റെ ആ വാക്കുകൾ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം. അത് കേട്ട് രാധാറാണി സന്തോഷമായി.
ആ പരമഭക്തിയിലൂടെ ശ്രീകൃഷ്ണനെ നേടുവാൻ തന്നെ രാധ തീരുമാനിച്ചു. ഇതിനുവേണ്ടി സഖിയായ ചന്ദ്രാനയുടെ ഉപദേശപ്രകാരം തുളസീവ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങി. തുളസി കൊണ്ട് ഭഗവാനെ അർച്ചിക്കുന്നത് സ്വർണ്ണ പുഷ്പങ്ങൾ കൊണ്ട് അർച്ചിക്കുന്നതിലും ശ്രേഷ്ഠമായ കാര്യമാണല്ലേ. തുളസി നടുക, നനയ്ക്കുക, പാലിക്കുക, നോക്കുക, തൊടുക, ഇവയിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് തന്നെ മനുഷ്യൻ പാപങ്ങളിൽ നിന്ന് മുക്തനാവും. അങ്ങനെ ചന്ദ്രാനന് പറയാണ്. രാധ മനോഹരമായ ഒരു തുളസി ഭവനം ഉണ്ടാക്കി അതിനു ചുറ്റും കല്ലുകൾ പതിച്ച പ്രദക്ഷിണ വഴിയൊരുക്കി തുളസി മന്ദിരത്തിൻ്റെ മധ്യത്തിൽ തുളസി നട്ട് അങ്ങനെ തുളസിക്ക് എല്ലാ ആരാധനകൾ തുടങ്ങി. ജലം, കരിക്കിനീര്, പാല്, പഴച്ചാറുകൾ ഇവ കൊണ്ടെല്ലാം തുളസിയെ ആരാധിച്ചു. വ്രതസമാപനത്തിൽ തുളസി ദേവി രാധയുടെ മുന്നിൽ പ്രത്യക്ഷയായി. ദേവി പറഞ്ഞു, നിന്റെ ഭക്തിയിൽ ഞാൻ പ്രസന്നനായിരിക്കുന്നു. നിന്റെ മനോരഥം സാധിക്കും. നിനക്കെന്നും ശ്രീകൃഷ്ണ ചരണാരവിന്ദങ്ങളിൽ പരമമായ ഭക്തി ഉണ്ടാവും. തുളസി രാധയെ അനുഗ്രഹിച്ചിട്ട് അപ്രത്യക്ഷയായി. രാധയുടെ ഭക്തിഭാവത്തെ പരീക്ഷിക്കുവാൻ ഭഗവാൻ നിശ്ചയിക്കുകയാണ്. അങ്ങനെ സുന്ദരിയായ ഒരു ഗോപാംഗനയുടെ വേഷത്തിൽ ശ്രീകൃഷ്ണൻ രാധയുടെ ഭവനത്തിലെത്തി. അന്തപുരത്തിൻ്റെ ഉപവനത്തിൽ രാധ സഖിമാരോടൊപ്പം അങ്ങനെ ഉലാത്തുകയായിരുന്നു. രാധയുടെ ഭവന പുഷ്പങ്ങളാലും തോരണങ്ങളെല്ലാം കമനീയമായിട്ട് അലങ്കരിച്ചിരിക്കുന്നു. മന്ദിരത്തിൻ്റെ മുറ്റത്തേക്ക് മന്ദം നടന്നു വരുന്ന ഗോപസുന്ദരിയെ രാധ കണ്ടു. ആ ദിവ്യ സൗന്ദര്യത്തിൻ്റെ മറ്റെല്ലാവരും അങ്ങോട്ട് മയങ്ങിയതുപോലെ കാണപ്പെട്ടു. രാധ ആ സുന്ദരിയെ ഭവനത്തിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കുശലപ്രശ്നം ചെയ്തു. നിന്നെ കാണുമ്പോൾ എൻ്റെ ഹൃദയ സ്നേഹം കൊണ്ട് നിറയുന്നുവെന്ന് രാധ പറയാണ്. നിൻ്റെ ശ്യാമസുന്ദരമായ നിറം കാണുമ്പോൾ ഞാൻ എൻ്റെ പ്രിയതമനെ ഓർത്തു പോകുന്നു. നിനക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? രാധ ആ ഗോപാംഗനയോട് ചോദിക്കുകയാണ്. അത് കേട്ട് മായാവേഷധാരിയായ ആ ഗോപസുന്ദരി പറഞ്ഞു, രാധേ, ഞാൻ നന്ദനഗരത്തിൽ നന്ദഭവനത്തിനടുത്ത് നിന്നാണ് വരുന്നത്. അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ നിന്നെ കാണാനാണ് വന്നത്. ഇതു എത്ര സുന്ദരമായ സ്ഥലമാണ്. ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് അവർ പാട്ടുക പാടുകയും പല വിനോദങ്ങളിലൊക്കെ ഏർപ്പെടുകയും ചെയ്തു. വൈകുന്നേരമായപ്പോഴേ ആ ഗോപസുന്ദരി രാധയോട് പറഞ്ഞു, പ്രജേശ്വരി, നന്ദനഗരം ഇവിടെ നിന്നും അകലെയാണ്. നേരം വൈകിയിരിക്കുന്നു. ഞാൻ പോവുകയാണ്. നാളെ രാവിലെ വരാമെന്ന് പറഞ്ഞു. ഇത് കേട്ട് രാധ ദുഃഖിതയായി. താൻ തീർച്ചയായും വിഷമിക്കും എന്ന് രാധ ചിന്തിച്ചു. അപ്പോൾ ഗോപാംഗന പറയണേ, ഞാൻ തീർച്ചയായും നാളെ രാവിലെ വരാം. ഞാൻ അങ്ങനെ പറഞ്ഞ ആ സുന്ദരി യാത്രയാവാണ്. അങ്ങനെ പിറ്റേ ദിവസവും ഗോപസുന്ദരിയുടെ വേഷത്തിൽ തന്നെ ഭഗവാൻ രാധയുടെ ഭവനത്തിലെത്തി. രാധ പറഞ്ഞു, നീ പിരിഞ്ഞു പോയപ്പോൾ എനിക്ക് വലിയ വിരഹവ്യത അനുഭവപ്പെട്ടു. രാധ ആ ഗോപസുന്ദരിയോട് പറഞ്ഞു, നീ പിരിഞ്ഞു പോയപ്പോൾ എനിക്ക് വലിയ വിരഹവ്യത അനുഭവപ്പെട്ടു. ഇപ്പോൾ വലിയ ആഹ്ലാദം തോന്നുന്നു. ഗോപസുന്ദരി ഇത് കേട്ടിട്ടും മിണ്ടിയില്ല. തൻ്റെ സഖി എന്തോ ദുഃഖത്തിലാണെന്ന് രാധ ഊഹിച്ചു. അവൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിൻ്റെ മുഖം വല്ലാതിരിക്കുന്നത്? നിനക്ക് ധനമോ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ എന്തെങ്കിലും വേണോ? ചോദിക്കാൻ പഠിക്കണ്ട. ഗോപസുന്ദരി സഖിയോട് പറഞ്ഞു, സഖി, എനിക്ക് സമ്മാനങ്ങളൊന്നും വേണ്ട. ഞാൻ ദുഃഖിതനായിരിക്കുന്നു. വേറൊരു കാരണത്താലാണ് എനിക്ക് ദുഃഖം. വേറൊരു കാരണത്താലാണ് തെരുവിലൂടെ വെണ്ണ വിൽക്കാൻ പോയ എന്നെ നന്ദനന്ദനൻ തടഞ്ഞു നിർത്തുന്നു. എൻ്റെ കയ്യിൽ കയറി പിടിച്ചു. ഞാൻ നന്ദനന്ദനാണെന്നും തനിക്ക് കപ്പ വാങ്ങുവാൻ അവകാശമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് വെണ്ണ വാങ്ങി. ഞാൻ വെണ്ണ കൊടുത്തില്ല. അപ്പോൾ അവൻ ഫലമായിട്ട് വെണ്ണ അപകരിക്കുകയും പാത്രം പൊട്ടിക്കുകയൊക്കെ ചെയ്തു. ഇങ്ങനെയുള്ള ശ്രീകൃഷ്ണനെ നീ എന്തിനാണ് ആരാധിക്കുന്നത്? നീ അവനെ മനസ്സിൽ നിന്ന് മാറ്റൂ. ഇത് കേട്ടപ്പോൾ രാധയ്ക്ക് വിഷമവും വിസ്മയം തോന്നി. അവൾ പറഞ്ഞു, എണ്ണമറ്റ ബ്രഹ്മാണ്ടങ്ങളുടെ സൃഷ്ടാവായ ജഗദീശ്വരൻ എന്തിനാണ് മോഷ്ടിക്കുന്നത്? അദ്ദേഹം ഭക്തജന പരിപാലകനാണ്. ആരെയും ദ്രോഹിക്കുന്നവനല്ല. നീ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഗോപസുന്ദരി പറഞ്ഞു.
ഇപ്പോൾ നീ വിളിച്ച ശ്രീകൃഷ്ണൻ ഇവിടെ വരികയാണെങ്കിൽ നീ പറഞ്ഞത് ഞാൻ വിശ്വസിക്കാം. രാധ പറഞ്ഞു, ഞാൻ വിളിച്ചാൽ എൻ്റെ ശ്രീകൃഷ്ണൻ ഇവിടെ വരും, ഇല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന് അർത്ഥമില്ല. ഞാൻ വിളിച്ചിട്ടും അദ്ദേഹം വന്നില്ലെങ്കിൽ എനിക്കുള്ളതെല്ലാം ഞാൻ നിനക്കു ദാനമായിട്ട് തരാം. ഇത് പറഞ്ഞുകൊണ്ട് രാധ എഴുന്നേറ്റു ശ്രീകൃഷ്ണനെ സ്മരിച്ച് നമസ്കരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിപ്പിടത്തിൽ ഇരുന്ന് ധ്യാനിക്കാൻ തുടങ്ങി. അവളുടെ ആ ഇരു കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായിട്ടൊഴുകി. ഇത് കണ്ടപ്പോൾ ഭഗവാന്റെ മനസ്സ് കവിഞ്ഞു. അദ്ദേഹം സ്വന്തം രൂപത്തിൽ പ്രത്യക്ഷനായി. എന്നിട്ട് പറഞ്ഞു, രാധേ, കണ്ണു തുറക്കൂ. നീ വിളിച്ചത് കൊണ്ടാണ് ഞാൻ വന്നത്. ഞാൻ വന്നതോടെ കോപാംഗനയുടെ രൂപത്തിൽ വന്ന മായാവിനി അപ്രത്യക്ഷയായി. ഇനി ഇത്തരത്തിലുള്ള സ്ത്രീകളെ വിശ്വസിക്കരുത്. രാധ ഭഗവാന്റെ ചരണാരവിന്ദങ്ങളിൽ നമസ്കരിച്ചു. ആ ഭഗവാന്റെ രാധാറാണിയുടെയും കഥകളിലെ കേട്ടാലും നമുക്ക് മതി വരില്ല. എത്ര കേട്ടാലും ആ പ്രേമലീലകൾ, ആ പരമ ഭക്തിയുള്ള കഥ നമ്മളിൽ ആനന്ദം നിറയ്ക്കുകയാണ്. ഈ കഥകളെങ്ങനെ കേട്ടു നമ്മൾ കേട്ട് പഠിച്ച് മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളും ആ പരമമായ ആ ഭക്തി നിറഞ്ഞ കഥകളെല്ലാം കേട്ട് ഭഗവാനെ അറിയണം അല്ലേ? അറിഞ്ഞിട്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ ആ നാമവും ജപിച്ച് ഭഗവാനെ അടുത്തറിയണം. അതിന് നമ്മളെല്ലാം നമ്മുടെ മക്കൾക്കും ഈ കഥകളെല്ലാം പറഞ്ഞു കൊടുക്കണം. ഹരേ പറഞ്ഞ രാധാറാണിയെയും കണ്ണനെയും അതെ ആ നാമം നമ്മൾ ജപിക്കൂ, ആനന്ദിക്കൂ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാ കൃഷ്ണ അർപ്പണമസ്തു.